വീട്ടിലേക്കുള്ള നടവഴി ബാരിക്കേഡ് സ്ഥാപിച്ച് അടച്ചതിനാൽ ബുദ്ധിമുട്ടിലായി വൃദ്ധ ദമ്പതികൾ. ആലപ്പുഴ ചെങ്ങന്നൂരിലെ MR മാധവൻ, ഭാര്യ സരസ്വതി എന്നിവരുടെ വീട്ടിലേക്കുള്ള ഏകദേശം 200 മീറ്ററോളമുള്ള പൊതുവഴിയാണ് ദേവസ്വം അധികൃതർ തടസ്സം ചെയ്തിരിക്കുന്നത്. പൊതുവഴിയായ 200 മീറ്ററോളമുള്ള റോഡ് നേരത്തെ മുനിസിപ്പാലിറ്റി കോൺക്രീറ്റ് ചെയ്തിരുന്നു. പണി കഴിഞ്ഞ ഉടനെ അന്നത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പൊതുവഴി തുടങ്ങുന്ന സ്ഥലത്ത് 2 ബാരിക്കേഡ് സ്ഥാപിച്ചു. ചില സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് എടുത്തു മാറ്റുകയും ചെയ്തു. എന്നാൽ വീണ്ടും ഈ സ്ഥലത്ത് ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നേരിട്ടും അല്ലാതെയും പരാതി നൽകി. എന്നാൽ നാളിതുവരെ ഇതു സംബന്ധിച്ച് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അടിയന്തരമായി ഒരു ആശുപത്രി കേസ് ഉണ്ടായാൽ പോലും അവിടെ എത്താൻ സാധിക്കാത്ത വിധത്തിൽ സഞ്ചാര തടസ്സം ഉണ്ടാക്കുകയും വാഹനങ്ങളൊന്നും തന്നെ ഈ പൊതുവഴിയെ കൊണ്ടുവരാൻ സാധിക്കാത്ത വിധത്തിൽ വഴി തടസ്സപ്പെടുത്തിയിരിക്കുകയുമാണ്. ബാരിക്കേഡ് എടുത്തുമാറ്റി സഞ്ചാരം പൂർവ്വസ്ഥിതിയിൽ ആക്കണമെന്നാണ് നിലവിൽ ദമ്പതികളുടെ ആവശ്യം. കൃഷ്ണസ്വാമിയുടെ നടയുടെ ഗേറ്റിൻ്റെ അവിടെ, ആ റോഡ് എൻട്രിയുടെ അവിടെ ഒരു 2 ബാരിക്കേഡ് കൊണ്ടിട്ടിരുന്നു. ഏതോ ഇവിടുത്തെ സഹപ്രവർത്തകരെ അത് എടുത്ത് ദേവസ്വക്കാരോട് പറഞ്ഞത് മാറ്റിക്കുകയുണ്ടായിട്ടുണ്ട്. വീണ്ടും അവിടെ ഇത് കൊണ്ടിട്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരിട്ട് ദേവസ്വം മാനേജർ പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ എമർജൻസി വരുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് മാറ്റാം. എമർജൻസി ഏത് സമയത്ത് എപ്പോൾ ആർക്കാ വരിക എന്നെങ്ങനെ അറിയാം? മനസ്സിലോ? ഇങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ. കളക്ടർക്ക് കംപ്ലയിൻറ്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ വിവരം പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു കേസിനും കൂട്ടത്തിനും പോവാതെ നമുക്ക് നേരിട്ട് തന്നെ സംസാരിച്ച് നോക്കൂ, ഞങ്ങൾക്ക് പ്രായാധിക്യമാണ്, അതിനുകൊണ്ടുള്ള അസുഖങ്ങളുണ്ട്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനും ചെങ്ങന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിനും ഇടയ്ക്കാണ് ഈ റോഡുള്ളത്. പ്രദേശത്തെ 5-6 കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വഴിയാണിത്. നഗരസഭയുടെ പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് റോഡിന് കോൺക്രീറ്റ് ചെയ്ത സ്ഥിതിക്ക് അത് പൊതുസ്ഥലമായിട്ട് തന്നെ അംഗീകരിക്കണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. നഗരസഭയ്ക്ക് എതിർപ്പാണുള്ളത്. നഗരസഭ പല പ്രാവശ്യം ദേവസ്വം ബോർഡുമായിട്ട് സംസാരിച്ചിരുന്നു. അത് അത്രയും വീട്ടുകാർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് ഏതോ ഒരു വാശിപ്പുറത്താണ് അവിടെ കുറ്റി രണ്ടാമത് കൊണ്ട് സ്ഥാപിച്ചതാണ്. ആദ്യം അതില്ലായിരുന്നു, വീണ്ടും അത് കൊണ്ട് രണ്ടാമത് കുറ്റി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നോർമലി ഒരു റോഡിന് നഗരസഭ ഫണ്ട് വെച്ച് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡിൻ്റെ സ്ഥലമാണ്, ദേവസ്വം ബോർഡിൻ്റെ അനുമതി വാങ്ങിച്ച് ചെയ്തതാണ് അന്ന് ആദ്യത്തേത്. അപ്പോൾ അത് ബാരിക്കേഡ് വെച്ച് തടയാനായിട്ട് ദേവസ്വം ബോർഡിന് അധികാരമില്ല. കാരണം അത് റോഡ് ഏകദേശം 5-6 കുടുംബങ്ങൾ ആ വഴിയിൽ താമസിക്കുന്നുണ്ട്. അവിടെ ബാരിക്കേഡ് വെച്ച് കാറ് മാത്രം കയറാതിരിക്കാനുള്ള പ്രൊവിഷൻ ചെയ്യുന്നത് ശരിയല്ല. മറ്റ് ബൈക്കുകളും കാര്യങ്ങളും കയറി പോകുന്നുണ്ട്. അപ്പം ഒന്നീ അടയ്ക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എൻ്റെ അടയ്ക്കേണ്ടി വരും. പക്ഷേ നഗരസഭയുടെ പദ്ധതി ഫണ്ട് വെച്ചിട്ട് റോഡിന് വേണ്ടി ഉള്ള ഫണ്ട് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്ത സ്ഥിതിക്ക് അത് പൊതുസ്ഥലമായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഈ റോഡ് വർഷങ്ങൾക്ക് മുമ്പ് നഗരസഭയുടെ പദ്ധതി ഫണ്ടിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് 70% റോഡിൻ്റെ പോർഷൻസ് അത് കോൺക്രീറ്റ് ചെയ്തു. ആ റോഡിൻ്റെ ബാക്കിയുള്ളൊരു 30% ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് കോൺക്രീറ്റ് ചെയ്തത്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.